ഈ വീഡിയോ എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു ലീഗൽ കൺസെപ്റ്റാണ്, ലീഗൽ ഐഡിയയാണ്. ഇതിനെ റിലേഷൻഷിപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇത് സംസാരിക്കാൻ പോകുന്നത്. ബേസിക് സ്ട്രക്ചർ ആദ്യം ഞാൻ ഇത് റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിച്ചിട്ട് അതിൽ ബേസിക് സ്ട്രക്ചറിലേക്ക് പോകാം. റിലേഷൻഷിപ്പ് പറയുമ്പോൾ നമ്മളൊരു വ്യക്തി മറ്റൊരു വ്യക്തിയായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. മറ്റൊരു വ്യക്തിയായിട്ട് ഇൻട്രാക്ട് എനി കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്, ഇറ്റ്സ് നോട്ട് എ പേഴ്സണൽ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്. എന്തായാലും ശരി, ഒരു വ്യക്തി മറ്റൊരു വ്യക്തി എന്ന രീതിയിലേക്ക് വരുമല്ലോ. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്ക് ഇൻറ്ററാക്ട് ചെയ്യുക, ഇൻവോൾവ് ചെയ്യുക, അങ്ങനെ കുറേ എണ്ണം. അപ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്ക് ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ഇൻവോൾവ് ചെയ്യാൻ പറ്റും? ഓക്കെ, ഒരു ഹ്യൂമൺ എന്ന് പറയുന്നത് ജസ്റ്റ് എ ഫിസിക്കൽ അപ്പിയറൻസ് അല്ല, ഒരു ഫിസിക്കൽ അപ്പിയറൻസ് അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഒന്നും നമ്മൾ മിക്കവാറും അറിയുന്നത് അതിൻ്റെ ബേസിലാണെങ്കിൽ പോലും ഒരു ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു സോളാണ്. ഓക്കെ, ഒരു സോൾ. എല്ലാ ഹ്യൂമണിനും ഒരു സോളുണ്ട്. അവർക്ക് അവരുടെ ഒരു ഐഡൻറ്റിറ്റി, എല്ലാ വ്യക്തികൾക്കും ഐഡൻറ്റിറ്റി ഉണ്ട്. മേലെയുള്ളവർക്ക് മാത്രമല്ല, ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അവരുടെ ഒരു ഐഡൻറ്റിറ്റി. ആ ഐഡൻറ്റിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അവരില്ല. ഓക്കെ, അവരില്ല. ആ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ നഷ്ടപ്പെടും. ഓക്കെ, ഓരോ വ്യക്തി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതൊരു ഹ്യൂമൺ ആണെന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂമനെ പല ലേയേഴ്സ് ആയിട്ട് എടുക്കുക. നമ്മളിപ്പോൾ ഭൂമിനെ പല ലേയേഴ്സ് ആയിട്ട് എടുക്കുന്ന പോലെ ഒരു ഹ്യൂമനെ പല ലേയേഴ്സ് ആയിട്ട് എടുക്കുന്ന സമയത്ത് ഇതിൽ ഏറ്റവും സെൻറ്ററായിട്ട് നിൽക്കുന്ന ലെയർ, ഇതാണ് അതിൻ്റെ ബേസിക് സ്ട്രക്ചർ. ഓക്കെ, ഇതാണ് അതിൻ്റെ ടോട്ടലായിട്ട്. ഇതിൽ ഒരുപാട് ലെയേഴ്സ് ഉണ്ടെങ്കിൽ ഇതിലൊക്കെ ഓക്കെയാണ്. ഓക്കെ, ഇത് ഓക്കെ. പക്ഷേ ഈ ലെയർ എന്ന് പറയുന്നത് ഏറ്റവും ഇന്നറായി നിൽക്കുന്ന ലെയർ എന്ന് പറഞ്ഞാൽ അവരുടെ ബേസിക്, അതാണ് അവൻ്റെ ബേസിക് ഐഡൻറ്റിറ്റി. അതൊരു കാരണം വെച്ചാലും അവർക്ക് നഷ്ടപ്പെടാൻ പറ്റില്ല. ഓക്കെ, അതാണ്, അതിൽ ആർക്കുമില്ല. അപ്പോൾ മറ്റൊരു വ്യക്തി ഈ ഹ്യൂമനായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് മാക്സിമം ഇൻവോൾവ് ചെയ്യാനുള്ള സ്പേസ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ ബേസിക് സ്ട്രക്ചറിൻ്റെ പുറം വരെയാണ്. മറ്റൊന്നിനും ഈ ബേസിക് സ്ട്രക്ചറിൽ കയറി കളിക്കാൻ മറ്റൊരു വ്യക്തിക്ക് യാതൊരുവിധ റൈറ്റ്സും ഇല്ല. ഓക്കെ, ഹൂവർ ഇറ്റ് ഈസ്, ഇത് അവരുടെ ഐഡൻറ്റിറ്റിയാണ്. ഈ ഐഡൻറ്റിറ്റിയിൽ യാതൊരുവിധ മാറ്റം വരുത്താനുള്ള റൈറ്റ്സ് നമുക്കില്ല. അല്ല, നമുക്കെന്നല്ല, ആർക്കുമില്ല. എനി റിലേഷൻഷിപ്പാണ് ശരി, എന്ത് അതാണ് ശരി, പ്രൊഫഷണൽ, പേഴ്സണൽ, എനിത്തിങ് ആണെങ്കിൽ പോലും ഈ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ ടോട്ടലി അവർക്ക് ബിലോങ് ആണ്. അവിടെ നടക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് അവർ മാത്രമാണ്. ഫോർ എക്സാമ്പിൾ, ഓരോ വ്യക്തികൾക്കും ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കൺസെപ്റ്റ്. ഓരോ കാര്യങ്ങളായിരിക്കും ഓരോ വ്യക്തി, എല്ലാവരുടെയും ബേസിക് സ്ട്രക്ചർ സെയിം ആയിട്ടില്ല. ഫോർ എക്സാമ്പിൾ, ജനറലായിട്ട് എല്ലാവർക്കും വരുന്ന ഒരു ബേസിക് സ്ട്രക്ചറാണ് മാരേജ്. ഓക്കെ, ആര് മാരേജ് ചെയ്യണം എന്ന ഡിസിഷൻ, അത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ഡിസിഷനാണ്. ഇതിലൊരിക്കലും ഇനി പുറത്ത് നിൽക്കുന്ന ആരും നമുക്ക് പറയാം അതിൻ്റെ റോളില്ല. ആ വ്യക്തി, ഒരു വ്യക്തിയെ മാരേജ് ചെയ്യണം, ആ വ്യക്തിയുടെ ലൈഫ് ടൈം ഡിസിഷനാണ്. അതിലേക്ക് മറ്റൊരു വ്യക്തി ഡിസിഷൻ എടുക്കണമെന്നില്ല. അപ്പോൾ മറ്റൊരു ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്കും ഇതിൽ റോളില്ല. ഓക്കെ, മാക്സിമം മറ്റുള്ളവർക്ക് എന്താ ചെയ്യുക പറഞ്ഞാൽ ഈ പുറത്ത് നിന്നിട്ട് ഇവർക്ക് ഗൈഡ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി അതിൻ്റെ ഡിസിഷൻ പറയാനോ അതിൽ ഇങ്ങനെയാണ് പറയാനുള്ള എബിലിറ്റി ഇല്ല. ഇങ്ങനെ ബേസിക് ഓരോ വ്യക്തിക്കും ഓരോ ബേസിക് സ്ട്രക്ചർ ഉണ്ടാവും. അവർ അതിനനുസരിച്ച് ആ കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ ഇൻവോൾവ്മെൻറ്റ് അവരെ ഇഷ്ടപ്പെടില്ല. കാരണം അത് അവരുടെ ടോട്ടൽ ഐഡൻറ്റിറ്റിയാണ്. അത് അവരെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇതിലേക്ക് മാത്രം നോട്ട് അലൗഡ് ആണ്. ഓക്കെ, ദിസ് ഈസ് എ ബേസിക് സ്ട്രക്ചർ ഡോക്ടർ. ഓക്കെ, ബേസിക് സ്ട്രക്ചർ. അപ്പോൾ ഏതൊരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാക്സിമം ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നത് ഇത്രയാണ്. ഈ ടെറിട്ടറി വരെ നമുക്ക് ഇൻവോൾവ് ചെയ്യാം. ഈ ഇന്നർ സർക്കിളിലേക്ക് നോട്ട് അലൗഡ്, നോ വൺ ഈസ് അലൗഡ്. ഓക്കെ, ഇത് ഞാൻ ഒരു പേഴ്സണൽ കൺസെപ്റ്റ് എന്ന രീതിയിൽ പറഞ്ഞു. ഇനി ഇത് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറയാൻ പോണത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ബേസിക് സ്ട്രക്ചർ ഡോക്ടറിൻ്റെ ഒരു കേസ് നടക്കുന്നത് പറഞ്ഞാൽ ആർട്ടിക്കിൾ 13 ആർട്ടിക്കിൾ 368 കൂടി കവർ ചെയ്തിട്ടാണ്. ഓക്കെ, ആർട്ടിക്കിൾ 38 കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ വരുന്ന ഒരു ആർട്ടിക്കിളാണ് ഇത്. ആർട്ടിക്കിൾ 368 എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർലമെൻറ്റ് എഡിറ്റ് ചെയ്യാൻ, അല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ എഡിറ്റ് ചെയ്യാനുള്ള പാർലമെൻറ്റിൻ്റെ പവറാണ്. ഓക്കെ, അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ എന്തൊക്കെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ അതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 13. ഓക്കെ, ഇത് പറഞ്ഞാൽ ഒരു പാർലമെൻറ്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ എഡിറ്റ് ചെയ്യാനുള്ള പവറാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ എന്താ ചോദിക്കുന്നത് പറഞ്ഞാൽ ആർട്ടിക്കിൾ 13 പ്രകാരം പറയണത് എന്ത് തരത്തിലുള്ള ആക്റ്റും ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ അഫക്റ്റ് ചെയ്താൽ അത് കോൺസ്റ്റിറ്റ്യൂഷണലായി കൺസിഡർ ചെയ്യപ്പെടില്ല. അത് വോയിഡ് ആവും, ഇൻവാലിഡ് ആവും, എനിത്തിങ്, എന്ത് കാര്യങ്ങളാണെങ്കിൽ ശരി എന്നാണ് ആർട്ടിക്കിൾ 13 പറയുന്നത്. ആർട്ടിക്കിൾ 368 പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പാർലമെൻറ്റിന് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കോൺഫ്ലിക്റ്റ് നടക്കുന്നതാണ് ഇതിൽ മോസ്റ്റ് പവർഫുൾ ആരാണെന്നാണ്. അതായത് ഈ ആർട്ടിക്കിൾ 368 വെച്ചിട്ട് പാർലമെൻറ്റിന് ഈ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അത് ഇവർ പറയുന്നത് പറ്റില്ല, ഇവർ പറയുന്നത് പറ്റും. ഇതാണ് കോൺഫ്ലിക്റ്റ്. ഓക്കെ,
ഫണ്ടമെന്റൽ റൈറ്റ്സ് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം. ഇവർ ആർട്ടിക്കിൾ 368 നിൽക്കുന്നത് ഗവൺമെൻറ് ആയിരിക്കും. ഗവൺമെൻറ് പറയുന്നത് എന്താ, പറ്റും, ഞങ്ങൾക്ക് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ആർട്ടിക്കിൾ 13 പ്രകാരം എന്താ പറയുന്നത്, നോ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ആർക്കും ടച്ച് ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് റൈറ്റ് ചെയ്തിട്ടുള്ള 1950-ലാണ്. 1950 റൈറ്റ് ചെയ്യണ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് എന്ന് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അന്നത്തെ ലൈഫ് സിറ്റുവേഷൻ ബേസ്ഡ് ചെയ്തിട്ടും എന്ന ബേസിലാണ് നമ്മൾ ഒരുപാട് കാലം മുന്നിലേക്ക് വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ചേഞ്ച് വേണം. ഓക്കെ, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ചേഞ്ച് വേണം. അപ്പോൾ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എഡിറ്റ് ചെയ്യാനുള്ള പവറുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് പാർലമെൻറ്റാണ്. ഓക്കെ, അപ്പോൾ പാർലമെൻറ്റ്, അതായത് ആർട്ടിക്കിൾ 13 ഈസ് ബിഗർ ദാൻ ആർട്ടിക്കിൾ 360 എന്ന രീതിയിൽ കൺസിഡർ ചെയ്തപ്പെട്ടതിനാൽ പാർലമെന്റിൽ ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷനിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ആ സിറ്റുവേഷൻ എന്തായി, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പെർമനന്റ് ആയി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് 2024 നിൽക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് അവരുടേതായ പല റൈറ്റ്സും ഉണ്ട്. ആ റൈറ്റ്സ് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരാതെ നിൽക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ 2024 കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് മാറിക്കൊണ്ട്, അതായത് മാറുന്നതനുസരിച്ച് നമ്മുടെ നാട് മാറുന്നതനുസരിച്ച് അതിനനുസരിച്ച് റൈറ്റ്സിനും ചേഞ്ചുകൾ വരേണ്ടി വരും. അപ്പോൾ അതിന് റൈറ്റുള്ള ഒരേ വ്യക്തി എന്താ, ആർട്ടിക്കിൾ 360 പ്രകാരം പാർലമെന്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചു ചിന്തിക്കാം. ആർട്ടിക്കിൾ 13 ഈസ് സ്മാളർ ദാൻ ആർട്ടിക്കിൾ 368. ഓക്കെ, ഈ ഇങ്ങനെ എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താ ചോദിച്ചാൽ, നമുക്ക് പാർലമെന്റിൽ നമുക്ക് മെജോറിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗവൺമെന്റിന് വേണ്ടത് 273 മെജോറിറ്റിയാണ്. ഓക്കെ, അതായത് 545 സംതിങ് സീറ്റിൽ 273 മെജോറിറ്റി ഗവൺമെന്റിൻ്റെ അവർ പാർലമെന്റിൽ പവർ കൂടും. ആ പാർലമെന്റിൽ പവർ കൂടിക്കാൻ ഓട്ടോമാറ്റിക്കലി അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എഡിറ്റ് ചെയ്യാം. അപ്പോൾ 273 സീറ്റ് നമ്മൾ പാർലമെന്റ് ഇലക്ഷനിൽ നേടിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഓക്കെ, അതായത് ഇന്ത്യയിൽ എന്ത് കാര്യങ്ങളും ഒരു പാർലമെന്റിൽ 273 സീറ്റുള്ള ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പവർ കൊടുത്തതിന് അവരത് മിസ്യൂസ് ചെയ്തേ. ഓക്കെ, ഒബിയസ്ലി അവർ മിസ്യൂസ് ചെയ്യും. അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിലാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്നാൽ അവർക്ക് കൊടുക്കാതിരുന്നാലോ, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ നാട് മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇത് മാറ്റാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി പാർലമെൻറ്റാണ്. അപ്പോൾ അവർക്ക് ആ പവർ കൊടുക്കാതിരുന്നാലും പ്രശ്നമാണ്, കൊടുത്താലും പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ലിമിറ്റഡ് പവർ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവരുടെ ലിമിറ്റഡ് പവർ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഓക്കെ, ഓട്ടോമാറ്റിക്കലി നമ്മൾ അവർക്ക് പവർ കൊടുക്കണം. പക്ഷേ നമ്മൾ അവരെ ലിമിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതായത് ആർട്ടിക്കിൾ 368 പ്രകാരം ഗവൺമെൻറ്റിനെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ കൈ തൊടാം, പ്രശ്നമില്ല എന്ന രീതിയിൽ പറയാം. പക്ഷേ എത്രത്തോളം തൊടാം എന്ന് ഡിസൈഡ് ചെയ്യണം. എത്രത്തോളം തൊടാം എന്ന് പറയുമ്പോഴാണ് അവിടെ ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന കൺസെപ്റ്റ് അവിടെ എമർജ് ചെയ്യുന്നത് ആ സിറ്റുവേഷനിലാണ്. അതായത് പാർലമെന്റ്, ഇതിപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ പാർലമെന്റ് വഴി ഉണ്ട്, പാർലമെന്റിന് എത്രത്തോളം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം, ഓക്കെ, എത്രത്തോളം എഡിറ്റ് ചെയ്യാം എന്ന് പറയുന്നത്. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ നേഷൻ എന്ന് പറയുന്നത് ഒരു ജോഗ്രഫിക്കൽ ഏരിയ മാത്രമല്ല, ഇന്ത്യ പറഞ്ഞ ഒരു ഐഡൻറ്റിറ്റിയാണ്. ഇന്ത്യക്ക് കുറേ ഐഡിയാസ് ഉണ്ട്, കുറേ കൺസെപ്റ്റുകളുണ്ട്. ഓക്കെ, അതാണ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യ പറഞ്ഞാൽ അങ്ങനെയാണ്. ആ ഐഡൻറ്റിറ്റിയെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഇത് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, ആ ഐഡൻറ്റിറ്റിയെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സിമിലർ കൺസെപ്റ്റാണ് ഇന്ത്യയിലേക്ക് വരുന്ന സ്ഥലത്ത്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഐഡിയ ആണ്. ഓക്കെ, ഇന്ത്യ പറയുന്ന ഒരു കൺസെപ്റ്റാണ്, ഇന്ത്യ പറയുന്ന ഒരു സ്പിരിറ്റാണ്. അതിൽ തൊട്ട് കളിച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്വന്തം ഐഡൻറ്റിറ്റി നഷ്ടപ്പെടും. ഓക്കെ, ഇന്ത്യക്ക് സ്വന്തം ഐഡൻറ്റിറ്റി നഷ്ടപ്പെടും. അപ്പോൾ പാർലമെന്റിനെ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എഡിറ്റ് ചെയ്യാം, പക്ഷേ വിത്തൗട്ട് അഫക്റ്റിംഗ് ദിസ് വൺ. അതായത് ഇതാണ് ഇന്ത്യയുടെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ. കുറേ കാര്യങ്ങൾ അതിൽ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ഇന്ത്യയുടെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ആണെന്ന് പറഞ്ഞ് പോയിന്റ് ഔട്ട് ചെയ്യും. പാർലമെന്റിനെ കോൺസ്റ്റിറ്റ്യൂഷൻ എഡിറ്റ് ചെയ്യാം, പക്ഷേ നോട്ട് ടു ദിസ്. ഈ കാര്യങ്ങളിലേക്ക് പാർലമെന്റിലേക്ക് കൈതൊടാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സെക്യുലർ കൺട്രിയാണ്. ഓക്കെ, പാർലമെന്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എഡിറ്റ് ചെയ്യാം, പക്ഷേ അത് ഇന്ത്യയുടെ സെക്യുലറിസത്തിനെ അഫക്റ്റ് ചെയ്യരുത്. ഓക്കെ, ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്, ഇന്ത്യ ഒരു പാർലമെന്ററി സിസ്റ്റം ഉള്ള കൺട്രിയാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. ഓക്കെ, ആ കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് പാർലമെന്റിന് കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എഡിറ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളെ അത് അഫക്റ്റ് ചെയ്യരുത്. ഇപ്പോൾ ബേസിക്കലി ഒരു കേസ് വരുന്ന സമയത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർലമെന്റ് ഇങ്ങനെ ഒരു അമെൻമെന്റ് കൊണ്ടുവന്നു, അത് എൻ്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ ഇതിനെ അഫക്റ്റ് ചെയ്യേണ്ടത്, അതെൻ്റെ ആ സാധനം ബേസിക് സ്ട്രക്ചർ ഡോക്ടറിൽ ഇൻവോൾവ് ചെയ്യുന്ന സാധനമാണ്, അതുകൊണ്ട് അത് ഇൻവാലിഡേറ്റ് ചെയ്യണം എന്ന് പറയണം. അതായത് നമുക്ക് ഒരു വ്യക്തിയായിട്ട് ഇൻവോൾവ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന പല കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. പക്ഷേ മാക്സിമം വി ആർ അലൗഡ് ടു ദിസ് മച്ച്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ
കൈകടത്താൻ പറ്റില്ല. ബേസിക് സ്ട്രക്ചർ. ഓക്കെ, അതായത് ഓരോ വ്യക്തിക്ക് ഓരോ ബേസിക് ഐഡൻറ്റിറ്റി ആയിട്ടാണ്. ഒരു വ്യക്തിയുടെ ബേസിക് ഐഡൻറ്റിറ്റി എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയായിട്ട് ഒരുപാട് ഇൻവോൾവ് ചെയ്യണം, സംസാരിക്കണം. അവർക്ക് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങളിലാണ് അവൻ്റെ ബേസിക് ഐഡൻറ്റിറ്റി അവർ കീപ്പ് ചെയ്യുക. അതിലേക്ക് നമുക്ക് പ്രവേശനമില്ല. ഓക്കെ, അല്ലെങ്കിൽ അതിൽ കമൻറ്റ് പറയുക, അതിനെ ജഡ്ജ് ചെയ്യുക, അതിനെ തിരുത്തുക എന്നതിലേക്ക് നമുക്ക് ഐഡൻറ്റിറ്റി, നമുക്ക് പ്രവേശനമില്ല. അത് തിരിച്ചറിയുക. അതില്ലാതെ തന്നെ ഇത്രയും സമയത്ത് തന്നെ ഈ സ്പേസിൽ നിന്നിട്ട് വേണം നമ്മൾ നമ്മുടെ എല്ലാ കാര്യം, ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ളതാണ് ശരി, അൺഒഫീഷ്യൽ ആയിട്ടുള്ളതാണ് ശരി, എല്ലാം നമ്മൾ സംസാരത്തിലാണ് ശരി, ഇൻട്രാക്ഷനും ശരി കൊണ്ടുവരേണ്ടത് ഈ സ്പേസിൽ നിന്നിട്ട് വേണം. ഫോർ എക്സാമ്പിൾ, ഇന്ന് ഞാനിപ്പോൾ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അന്നൊരു കുട്ടിയുടെ വർക്കിൽ അവർക്ക് ബർത്ത്ഡേ ആണ് വയ്ക്കുക. ഓക്കെ, ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ജനിച്ച ദിവസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസം തന്നെയാണ്. അപ്പോൾ ആ വ്യക്തിക്ക് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഡ്യൂട്ടി അവരെ കുറച്ച് പണിയെടുപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ ഇന്ന് ആ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. ഓക്കെ, ടുഡേ ആ കുട്ടിയുടെ ബർത്ത്ഡേ ആവുന്ന സിറ്റുവേഷനിൽ ഞാൻ അത് ചെയ്യാറുണ്ട്. മാക്സിമം ആ കുട്ടിയെ ഇന്ന് പ്രൊട്ടക്ട് ചെയ്ത് വെക്കും. കാരണം ആ വ്യക്തിക്ക് ഒരു തരത്തിലും ടെൻഷൻ എടുപ്പിക്കുന്ന, ചലഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആ വ്യക്തികൾക്ക് പോകാതെ, അന്ന് അവൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. പിന്നെ അതിൻ്റെ ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഐഡൻറ്റിറ്റിയിൽ വരുന്നൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ അവരായിട്ട് ഇൻവോൾവ് ചെയ്യണം. എൻ്റെ പണി അവരെ കൊണ്ട് പണിയെടുപ്പിക്കണം. ഓക്കെ, ഞാൻ അവരായിട്ട് ഇൻവോൾവ് ചെയ്യണം, ഞാൻ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. ആ സിറ്റുവേഷനിൽ ഒരിക്കലും ഇന്ന് അവരുടെ ബർത്ത്ഡേ ആണ്, ബർത്ത്ഡേ കൊളാക്കരുത്. ഓക്കെ, ബർത്ത്ഡേ കൊളയാകരുത് എന്നുള്ള ലെവലിൽ നിന്നുകൊണ്ട് മാത്രം എന്ത് റെസ്ട്രിക്റ്റ് ചെയ്ത് നമ്മൾ അവരെ ഒരുപാട് ആ ദിവസം പ്രഷർ ചെയ്യില്ല. ഒരു ദിവസം ഒരുപാട് അവർക്ക് അവർ പ്രൊട്ടക്റ്റ് ചെയ്ത് ബിഹേവ് ചെയ്യും. ഓക്കെ, ഇന്നത്തെ ദിവസം അവർ ഹാപ്പി, ലെറ്റ് ദം ഫ്രീ മോസ്റ്റ്ലി. ഓക്കെ, എന്ന രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ബിഹേവ് ചെയ്യുക. കാരണം ഇന്ന് അതിൻ്റെ ബേസിക് സ്ട്രക്ചറിൽ വരുന്ന ഒരു സംഭവം ഇന്ന് അവിടെ ഉണ്ട്. അപ്പം നമ്മൾക്ക് മാക്സിമം ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ പറഞ്ഞാൽ ഇത്രയാണ്. ഈ സ്പേസിൽ നിന്നിട്ട് വേണം നമ്മൾ അവരെ കൊണ്ട് ചിലപ്പോൾ ഒരുപാട് കോമഡി അടിക്കേണ്ടി വരും. ഓക്കെ, ഒരുപാട് ഫണ്ട് കൊടുക്കേണ്ടി വരും, അവർ ഹാപ്പി ആക്കേണ്ടി വരും, ചിലപ്പോൾ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കേണ്ടി വരും, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ഓക്കെ, കാരണം ബിക്കോസ് ഈ ലിമിറ്റിൽ നിന്നിട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കണം. ഓക്കെ, ഈ സ്പേസിലേക്ക് അന്ന് അതിൻ്റെ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ഓവർ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. കാരണം അത് അവൻ്റെ ഒരു ബേസിക് ഐഡൻറ്റിറ്റി അഫക്റ്റ് ചെയ്യും. പല കാര്യങ്ങളും അതാണ്. പല വ്യക്തികൾക്ക് ഓരോ പോയിന്റുകളുണ്ടാകും. നമ്മൾ അതിൽ സംസാരിക്കാൻ നിൽക്കില്ല. ഓക്കെ, ആ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ചിലവർ ഭയങ്കര ഫാമിലി സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫാമിലി പരമായ കാര്യങ്ങളിൽ അധികം അങ്ങനെ ഡീപ്പാകാൻ പോകാൻ പറ്റില്ല. ഓരോ വ്യക്തിയുടെയും ഐഡൻറ്റിറ്റി അനുസരിച്ചായിരിക്കും അവരോട് ബിഹേവ് ചെയ്യുന്ന സമയത്തും ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്തും ഏത് പോയിന്റ് പറയണം, ഏത് പോയിന്റ് പറയരുത്, അല്ലെങ്കിൽ ഏത് ലെവലിൽ നിന്ന് നമ്മൾ സംസാരിക്കണം എന്നതൊക്കെ ഓരോ വ്യക്തിയെ അറിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുക. ആക്ച്വലി ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ടറിൻ എന്ന് പറയുന്നത് ഒരു ഗവർണൻസ് ഒരു കൺസെപ്റ്റ്. അതായത് നമ്മൾ ഗവേൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ, ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കൺസെപ്റ്റ്. അതായത് എത്രത്തോളം എനിക്ക് ഇൻവോൾവ് ചെയ്യാം, ഓക്കെ, എനിക്ക് എത്രത്തോളം മറ്റതിൽ ഇൻവോൾവ് ചെയ്യാം, എത്രത്തോളം എനിക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ സെൽഫ് ലിമിറ്റ്. അതായത് ബേസിക്കലി ഈ കൺസെപ്റ്റിൻ്റെ റോള് എന്ന് പറഞ്ഞാൽ പവറും പവർലെസ്സും കൂടി ഡിവൈഡ് ചെയ്യുന്ന ഒരു ലെവലുണ്ടാവും. ഓക്കെ, ബേസിക്കലി നമുക്ക് നമ്മുടെ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓർഡറിലാണ്. ഒരു ഹയർ പവർ, ലോവർ പവർ, ലോവർ പവർ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ പവറും പവർലെസ്സും കൂടി ഡീൽ ചെയ്യുന്ന സിറ്റുവേഷനാണ്. മെജോറിറ്റി സിറ്റുവേഷനിൽ പവർ പേഴ്സൺ വിൽ ഡോമിനേറ്റ് ദ പവർലെസ്. അല്ലേ, പവറുള്ള വ്യക്തി എപ്പോഴും പവറില്ലാത്ത ഇതിനെ ഡോമിനേറ്റ് ചെയ്യും. ഓക്കെ, പക്ഷേ പവറില്ലാത്ത വ്യക്തിയിലേക്ക് നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് ഒരു മാക്സിമം ലിമിറ്റ് നമ്മൾ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ഈ ഇത് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് സ്ട്രക്ചറാണ്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ കൈ കടത്തരുത്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ കൈ കടത്തും. നമ്മൾ പവർ ഉണ്ട്, ബട്ട് ഓക്കെ, അതായത് ഞാൻ പറഞ്ഞ പോലെ 368 പ്രകാരം പാർലമെന്റിനെ കോൺസ്റ്റിറ്റ്യൂഷൻ എഡിറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. പക്ഷേ മാക്സിമം ദിസ് മച്ച്. ഇത് ഇന്ത്യയുടെ ബേസിക് ഐഡന്റിറ്റിയാണ്. ഇത് ഇന്ത്യയുടെ ബേസിക് ഐഡന്റിറ്റിയാണ്. ഇതിൽ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. ഓക്കെ, അതേപോലെ സിമിലർലി നമ്മളൊരു റിലേഷൻഷിപ്പിൽ അങ്ങനെയും അല്ലെങ്കിൽ എന്ത് കാര്യത്തിലും ജോലിയുടെ കാര്യത്തിൽ വരുന്ന സമയത്തും ഞാനായിരിക്കും ചിലപ്പോൾ മാനേജർ, എൻ്റെ താഴെ കുറേ ആൾക്കാരുണ്ടാവും. ഞാൻ എൻ്റെ താഴെയുള്ള ആൾക്കാരോട് ചിലപ്പോൾ ബിഹേവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മാക്സിമം പോകാൻ പറ്റുന്ന ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ഇത്രയ്ക്കാണ്. ഇത് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഐഡൻറ്റിറ്റി ആയിരിക്കും. ഓക്കെ, ഈ വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ബേസിക് ഐഡൻറ്റിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യം എനിക്ക് പവർ ഉണ്ട് എന്നൊരു കാരണം വെച്ചിട്ട് എനിക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം ഐ എം ദ പവർ, മറ്റേ ആൾ പവർലെസ് ആയതുകൊണ്ട് എനിക്കത് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഐ ഷുഡ് ലിമിറ്റ് മൈസെൽഫ് ഫ്രം ഡൂയിങ് സർട്ടൻ തിങ് അഫക്റ്റിംഗ് ദെയർ ഐഡൻറ്റിറ്റി. ഓക്കെ, അതിൻ്റെ ഐഡൻറ്റിറ്റിയെ ആൾട്ടർ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഫാൾസായി കാണിക്കാനോ അല്ലെങ്കിൽ അതിനൊരു എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്താനുള്ള ഒരു ശ്രമം നമ്മൾ നടത്താം, അല്ലെങ്കിൽ വരുത്താൻ പറ്റില്ല. ഓക്കെ, ഈ ഐഡൻറ്റിറ്റി ഇതേപോലെ നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ അവരോട് ഇൻട്രാക്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പവർ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ബേസിക്കലി ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഒരു കൺസെപ്റ്റാണ്. ഞാൻ ഒരു റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് പറയുന്നത്. കാരണം നമ്മളൊരു വ്യക്തിയായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത്
നമുക്കറിയില്ല അവരെന്താണെന്നുള്ള കാര്യം. ഓക്കെ, നമ്മൾ അവരുടെ ഐഡൻറ്റിറ്റി അറിയില്ല. മെജോറിറ്റി സിറ്റുവേഷനിലും നമ്മൾ അവരുടെ ഐഡൻറ്റിറ്റി അറിയാതെയാണ് അവരോട് ബിഹേവ് ചെയ്യുക. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ അവർ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തലയിടും. ഓക്കെ, അപ്പോൾ അത് ഒരു വ്യക്തിയുടെ ബേസിക് സ്ട്രക്ചർ അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കാരണം ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് മാത്രം ഫുൾ സോവറിനൈറ്റി ഉള്ള ഒരു പ്ലേസാണ്. ആ പ്ലേസിലേക്ക് നമ്മൾ കടക്കാതെ നോക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കാരണം നമുക്ക് അവരൊരു വലിയൊരു ഇതുണ്ടെങ്കിൽ, അതായത് ബേസിക്കലി ഒരു വലിയ ഇതാണെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് ഇത് അവർക്ക് മാത്രം ബിലോങ്ങഡ് ആയിരുന്നു. അതായത് ഈ സെൻട്രൽ പ്ലേസ് അവർക്ക് മാത്രമാണ്. അവിടെ നമുക്ക് റോളില്ല എന്ന് തിരിച്ചറിയുക. നമ്മൾ ഇതിൻ്റെ പുറത്തു നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, നമുക്ക് മാക്സിമം അലോഡ് ഇത്രയും സ്പേസാണ്, ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാതിരിക്കുക. ഈ സ്പേസ് അത് ആരും ആയിക്കോട്ടെ, അതായത് ആരും ആയിക്കോട്ടെ, ഈ സ്പേസ് ടോട്ടലി ബിലോങ് ടു ദം ആണ്. ഓക്കെ, ആ സ്പേസിൽ ചിലപ്പോൾ അവർക്ക് മാക്സിമം നമ്മളോട് ഗൈഡൻസ് ചോദിക്കാം, നമ്മളോട് ടിപ്സ് ചോദിക്കാം, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. അല്ലാതെ ഇവിടുത്തെ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യേണ്ടത്, ഡിസൈഡ് ചെയ്യേണ്ടത് ഒരു ഔട്ട്സൈഡർ ആകരുത്. ആ സ്പേസ് എപ്പോഴും ഡിസൈഡ് ചെയ്യേണ്ടത് ആ വ്യക്തി തന്നെയാണ്. കാരണം അത് ആ വ്യക്തിയുടെ ബേസിക് ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. ആ വ്യക്തിയുടെ ഐഡൻറ്റിറ്റി അയാൾ തന്നെ നിലനിർത്തും. ഓക്കെ, അതിൽ മറ്റൊരാൾ അതാണ് മോസ്റ്റ് സിറ്റുവേഷനിൽ പവറുള്ള വ്യക്തി ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. പവറുള്ള വ്യക്തി അത് ഇൻഫ്ലുവൻസ് ചെയ്യും. അത് വരാതിരിക്കാതെ ഈ സ്പേസിൽ നിന്ന് തന്നെ നമ്മളത് ചെയ്യേണ്ടി വരും. ഓക്കെ.